അയ്യോ, വാസു, വാസു. വാസുവേട്ടൻ വെളിയിൽ പോയിരിക്കുക. എന്നാ ഞാൻ നീ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല ഗോപാലേട്ട. അത് ചുമ്മാതാ. നിന്റെ മുഖം കണ്ടാലറിയാം. നിന്റെ സങ്കടമൊക്കെ ഞാൻ മാറ്റിത്തരാം. ഇവിടെ ഒന്നിരിക്കും, ഞാനൊരു തമാശ പറയാം. തമാശ പറഞ്ഞാൽ സങ്കടം മാറുമോ? എനിക്കങ്ങനെയാ. ചങ്ക് പൊട്ടാൻ നേരത്ത് ഞാൻ എന്തെങ്കിലും തമാശ ഓർക്കും, എന്നിട്ട് പൊട്ടി പൊട്ടിച്ചിരിക്കും. നീ എന്തിനാ കുട്ടി വിഷമിക്കുന്നേ? വാസു നല്ലവനാണ്. അവൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളും. എന്തോന്ന് പക്ഷേ, നല്ലത് നല്ലതിനോട് ചേർന്നാൽ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ എന്നെ പോലെ ആയിപ്പോവും. ഒരു മഠയനാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്റെ അമ്മാവനും തുളസിയും മറ്റന്നാൾ ഇവിടെ വരും. ഒന്നുകിൽ ഞാൻ ഈ വിവാഹം ഉറപ്പിക്കും, അല്ലെങ്കിൽ ഗോപാല, നീ എന്തിനാ കരയുന്ന? എന്ത് പറ്റിയെന്ന് പറ. വാസുവിന് സ്വന്തമായ വയലിൽ അന്യനൊരുത്തൻ ബലാത്കാരമായി കൃഷി ചെയ്താൽ വാസു എന്ത് ചെയ്യും? അടിച്ചാണ്ട് കരണം വിട്ടു പറ്റി. എനിക്ക് അതിന് പോലും സാധിക്കുന്നില്ലല്ലോ വാസു. സുമതി, സുമതി, നീ ജോലിക്ക് വരുന്നില്ലേ? ഇല്ല. എന്ത് പറ്റി? എനിക്ക് നല്ല സുഖമില്ല. നീ പൊയ്ക്കോ. എന്നാൽ ഞാൻ പോട്ടെ.
മോളെ, ബിന്ദു, മോള് വീട്ടിൽ പോ. എന്തിനാ സുമതി അവളെ പറഞ്ഞയച്ചത്? നിങ്ങളുടെ നിഴൽ പോലും അവളിൽ പതിയുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ചെയ്ത പാപം അത്രയ്ക്ക് വലുതാണെന്ന് എനിക്കറിയാം. ഇപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ. മനസ്സിലായി സുമതി. അച്ഛൻ എന്നെ വിവാഹത്തിന് നിർബന്ധിക്കുന്നു. വളരെ നല്ലത്. എന്റെ ആശംസകൾ. അപ്പോൾ ബിന്ദു? ബിന്ദുവിനെ ഞാൻ നോക്കിക്കൊള്ളാം. ഇത്രയും കാലം നിങ്ങൾ നോക്കിയിട്ടില്ലല്ലോ അവൾ വളർന്നത്. എന്നെ മനസ്സിലാക്കൂ സുമതി. രമേശ്, എനിക്കൊരു അപേക്ഷയുണ്ട്. ഇനി എന്നെ കാണാൻ വരരുത്. ഞാനും കുഞ്ഞും ഇങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. മോളെ, മോളിങ് വന്നേ. മോൾ എന്റെ കൂടെ വരുന്നോ? എന്തിനാ മുതലാളി? മുതലാളിയോ? മോൾ എന്നെ അപ്പൂപ്പാന്ന് വിളിച്ചാ മതി. അതെങ്ങനാ? അതങ്ങനെയാ. മോള് കയറ. അമ്മയടുത്ത് അപ്പൂപ്പൻ പറഞ്ഞോളാ. മോൾക്ക് അമ്മയെ ഇഷ്ടമാണോ? ഒരുപാട് ഇഷ്ടമാണ്. അച്ഛനെയോ? അതിന് ഞാൻ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ. കണ്ടാലും വേണ്ട, അച്ഛൻ ചീത്തയാ. രണ്ടു ദിവസമായി വാസുവേട്ടൻ ഇവിടുന്ന് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട്. പറയൂ വാസുവേട്ട, ഇത്രയും വലിയ തെറ്റ് ഞാൻ എന്താണ് ചെയ്തത്? തെറ്റെന്റേതാണ്. ഞാൻ ഈ കരയിൽ വരരുതായിരുന്നു. നമ്മൾ തമ്മിൽ ഒരിക്കലും കണ്ടുമുട്ടാൻ പാടില്ലായിരുന്നു. വാസുവേട്ട, ഞാൻ എന്നും ഒറ്റയ്ക്കായിരുന്നു. സ്വന്തം നാട് ഏതെന്ന് പോലും അറിയാത്ത ഒരൊറ്റയാ. വാസുവേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാനെല്ലാം തുറന്നു പറയാം. ഇനിയും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചങ്കു പൊട്ടി മരിക്കും. മോളെ, നീ എങ്ങനെ വന്നു? ഞാൻ പറയാ. പക്ഷെ ഞാനത് പറയുന്നതിന് മുമ്പ് ഇവളെങ്ങനെ നിന്റെ മകളായി എന്ന് എന്നോട് പറയണം. നിന്റെ മൗനത്തിന്റെ അർത്ഥം ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്റെ മകൻ ഭീരുവാകുന്നത് എനിക്കിഷ്ടമല്ല. സത്യം പറ, ഇവൾ നിന്റെ മകളല്ലേ? അതെ. അച്ഛൻ ക്ഷമിക്കണം. ഞാനെല്ലാം പറയാം. ഈ കോളേജിൽ പഠിക്കാൻ വേണ്ടി ടൗണിൽ താമസിക്കുന്ന കാലത്താണ് Friends, Romans, countrymen, lend me your ears. I come to bury Caesar, not to praise him, the evil that men do